ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾ തുടങ്ങാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ 1,14,500ഓളം ഇന്ത്യൻ തീർത്ഥാടകർ മക്കയിലും മദീനയിലുമായി എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ദമാമിൽ നിന്നും നൌഷാദ് തറവയുടെ റിപ്പോർട്ടിലേക്ക്. സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ജീവിതാഭിലാഷമായ പരിശുദ്ധ ഹജ്ജിനായി മക്കയും മദീനയും ഒരുങ്ങിക്കഴിഞ്ഞു. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾ തുടങ്ങാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 1,14,500 തരം ഇന്ത്യൻ തീർത്ഥാടകർ മക്കയിലും മദീനയിലുമായി എത്തിച്ചേർന്നിട്ടുണ്ട്. 10,000-ഓളം തീർത്ഥാടകർ ഇനിയും ഇന്ത്യയിൽ നിന്നും എത്തിച്ചേരാനുള്ളതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. കേരളത്തിൽ നിന്നെത്തിയ 1,491 ഹാജിമാരിൽ സർക്കാർ ഹാജി ഗ്രൂപ്പുകളിൽ എത്തിയവർ മദീനയിലും സർക്കാർ ഗ്രൂപ്പുകളിൽ എത്തിയവർ മക്കയിലുമാണ് ഇപ്പോൾ തങ്ങുന്നത്. കേരളത്തിൽ നിന്നും ഇനിയും എത്തിച്ചേരാനുള്ള 2,500ഓളം തീർത്ഥാടകർ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അകം ജിദ്ദയിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തവണ ഇന്ത്യയിൽ നിന്നെത്തുന്ന തീർത്ഥാടകരുടെ സേവനത്തിനായി സൗദിയിലെ KMCC, ജിദ്ദ വെൽഫെയർ ഫോറം, മക്ക ഹജ്ജ് വെൽഫെയർ ഫോറം തുടങ്ങിയ നിരവധി സംഘടനകളുടെ നിയന്ത്രണത്തിൽ ആയിരക്കണക്കിന് സന്നദ്ധ സേവകരെയാണ് മക്കയിലും മദീനയിലുമായി നിയോഗിച്ചിട്ടുള്ളത്. മീനയിലെത്തുന്ന വനിതാ തീർത്ഥാടകർക്കായി മലയാളി സമൂഹം, പ്രത്യേകിച്ച് മക്ക വെൽഫെയർ ഫോറം 15ഓളം സ്ത്രീകളെ തന്നെ ഇവരെ സഹായിക്കുന്നതിനായി നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് മക്ക വെൽഫെയർ ഫോറം ജനറൽ സെക്രട്ടറി ഷാനിയാസ് കുന്നിക്കോട് വോയിസ് ഓഫ് കേരളയോട് പറഞ്ഞത്. ഹജ്ജ് കർമ്മത്തിനായി പുണ്യഭൂമിയിലെത്തിയ ഇന്ത്യൻ ഹാജിമാരിൽ 54 ഹാജിമാർ മരണപ്പെട്ടതായിട്ടാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇതിൽ 7 മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ട്. വോയിസ് ഓഫ് കേരളയ്ക്ക് വേണ്ടി ദമാമിൽ നിന്നും നൌഷാദ് തഴവ. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രാഹുൽ ഗാന്ധി ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു